മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ, കഴിയില്ലേ നിനക്ക്? എനിക്കൊരു കുഴപ്പമില്ല, അത് ചേച്ചിക്ക് തോന്നുക. എന്നാലും കാര്യമായിട്ട് എന്തോ ഉണ്ട്. എന്താ കൃതി പറ. അപ്പോൾ ചേച്ചിയുടെ കിച്ചൊന്നും പറഞ്ഞില്ലേ? എന്ത്? എന്നോട് എന്നോട് കൃഷ്ണ ഒന്നും പറഞ്ഞില്ല. എന്താ കൃതി കാര്യം? അത് പിന്നെ ചേച്ചി, കിച്ചും പപ്പയും കൂടി എൻ്റെ കല്യാണം 6 ഉറപ്പിച്ചെന്ന് കേട്ടു. കല്യാണോ? ആരായിട്ട്? അതൊന്നും എനിക്കറിയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളൂ കിച്ചി പപ്പയും പറഞ്ഞത്. നിനക്ക്? എനിക്ക് വേറൊരു കല്യാണത്തിന് സമ്മതമല്ല. അത് ചേച്ചിക്ക് അറിയാലോ. എങ്ങനെ ഇത് ഒഴിവാക്കണം? എനിക്ക് വേണം. എനിക്ക് ഇന്നിതിനെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിതിനെ സമ്മതിക്കാനില്ലാതെ വേറൊരു മാർഗമില്ല. എന്നോടാണ് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞത്. ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനും അതും അയാളുമായി ജീവിക്കണം. ഞാനിതാ അതിങ്ങനെ എനിക്കതൊന്നും പറ്റില്ല. എൻ്റെ പൊന്നു കൃതി, നിനക്ക് തോന്നുന്നുണ്ടോ കൃഷ്ണയോ പപ്പയോ മമ്മിയോ ആരെങ്കിലും നിൻ്റെ സമ്മതമല്ലാതെ നിൻ്റെ വിവാഹം ഉറപ്പിക്കുന്നോ? അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലുമില്ല. ഇനി ആരങ്ങനെ ചെയ്താലും കൃഷ്ണ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മനസ്സിലായോ? ഇനി അതോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. പിന്നെ ഇതൊക്കെ നീ കൃഷ്ണനോട് പറഞ്ഞാൽ ചിലപ്പോൾ... എന്ത്? എനിക്ക് ഗൗതമേട്ടന് ഇഷ്ടമാണെന്നോ? ഇതെങ്ങാനും കൃഷ്ണ അറിഞ്ഞ ഉറപ്പാ ചേച്ചി, അവനൊന്നും സമ്മതിക്കില്ല. എനിക്കുറപ്പുണ്ട്, ആര് സമ്മതിച്ചില്ലെങ്കിലും കൃഷ്ണ അവനിതിന് സമ്മതിക്കും. ഇനി എന്തായാലും അതപ്പം നോക്കാം. എനിക്ക് വയ്യ ഇനി ഇതാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാം. അല്ല, ചേച്ചി എവിടെ പോയതാ? എന്നോട് പറഞ്ഞില്ലല്ലോ പോകുമ്പോൾ. അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അതും ഈ സമയത്ത്? അതെ, ഫ്രണ്ട്. എന്താ, എനിക്കെന്ത് ഫ്രണ്ടിനെ കാണാൻ പോകാനും പറ്റില്ല? പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇതെങ്ങാനും കൃഷ്ണ അറിഞ്ഞ, ചേച്ചി ഒറ്റയ്ക്ക് പോകുന്ന കിച്ചു അറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ ബാക്കി. ഓ അങ്ങനെ. ഇതേ നോക്ക്, ഞാനെങ്ങാനും പുറത്ത് പോകുന്നുള്ള കാര്യം കൃഷ്ണ അറിയരുത് കേട്ടോ. അല്ല ചേച്ചി, അഥവാ കിച്ചു അറിഞ്ഞാലോ? ഓ എൻ്റെ പൊന്നു മോളെ, ഇതൊന്നും ഒരിക്കലും കൃഷ്ണ അറിയരുത്. കൃഷ്ണ എങ്ങാനും ഇത് അറിഞ്ഞ പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ. ഇവിടുന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞതാ പുറത്തൊന്നും പോകരുത് എന്നൊക്കെ. എന്നിട്ട് ഇത് പറഞ്ഞ് എന്നെ കൊല്ലും. ഈ യാതൊന്നും കൃഷ്ണയ്ക്ക് ഒരു ബാധകമല്ല. അതുകൊണ്ട് ഇതെല്ലാം നീ വേണം കൃഷ്ണ അറിയാതെ നോക്കാൻ. അത് പറഞ്ഞുകൊണ്ട് സ്നേഹവേഗം റൂമിലോട്ട് കയറിപ്പോയി. ഇനി ഞാൻ അവിടെ നിന്ന കൃതി എന്തായാലും എവിടെ പോയി ആരെ കാണാൻ പോകുമെന്ന് ചോദിച്ചറിയും. സ്നേഹെങ്ങാനും ഇവയാണ് കാണാൻ പോയതെന്ന് അറിഞ്ഞാൽ എല്ലാം ഒന്നിന്നു മുതൽ എല്ലാം കൃതിയോട് പറയേണ്ടി വരും. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അവൾ മുകളിലോട്ട് പോയി. ഞാൻ പറഞ്ഞത് വരുന്ന കേട്ടോ? എന്താ കൃഷ്ണ? കൃഷ്ണ പറഞ്ഞത് ഞാനൊന്നും കേട്ടില്ല. ഒന്നും കൂടെ പറയോ? എൻ്റെ സ്നേഹ, നീ ഇത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഞാൻ പറഞ്ഞത് ഇനി ചെക്കപ്പ് 2 ദിവസം കഴിഞ്ഞല്ലേ. ഇനി പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്തേലും ആവശ്യം വരാണെങ്കിലോ? അതുകൊണ്ടാണ് പറഞ്ഞത്. 9 മാസമായില്ലേ? കൃഷ്ണൻ്റെ ഇഷ്ടം പോലെ. ഇതെന്ത് പറ്റി സ്നേഹ? എന്താ ഒരു മൂഡ് ഓഫ് പോലെ? പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താ, എന്തെങ്കിലും വയ്യ തോന്നുന്നുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, എല്ലാം കൃഷ്ണയുടെ തോന്നല. പിന്നെ ഡേറ്റൊക്കെ ആവാറായില്ലേ, അതിന് ചെറിയൊരു ടെൻഷൻ, വേറൊന്നുമില്ല. ഇനി അതാലോചിച്ച് തല പോകേണ്ട കേട്ടല്ലോ. കൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്തിനാണോ ഇത്ര മുഖവര? താൻ ചോദിക്കും. താനിപ്പോൾ ഹാപ്പിയാണോ കൃഷ്ണ? എന്തൊന്നും പറയാത്തെ? ഈ ചോദ്യത്തിന് എനിക്ക് എങ്ങനെ മറുപടി നൽകണമെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാം, ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ബിക്കോസ് ഓഫ് യു ആൻഡ് ലവ് യു സ്നേഹ. ഇപ്പോൾ ഈ കൃഷ്ണ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ സ്നേഹയില്ലാതെ ഒരു നിമിഷം കൂടി ജീവിക്കാൻ എനിക്കിനി പറ്റില്ല. That much I love you.
ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഡു യു ലവ് മീ? മതി വർത്താനം പറയുന്നത്, എനിക്കിടന്ന് ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി. ഇങ്ങനെ നോക്കിയാ ഇന്ന് ഉറക്കമുണ്ടാവില്ല. ഞാൻ ഉറങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ കൃഷ്ണയുടെയും സ്നേഹയുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. സ്നേഹയ്ക്കിപ്പോൾ 9 മാസമാണ്. അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും പേടിയും ടെൻഷനും എല്ലാം സ്നേഹയ്ക്കുണ്ട്. അത് മനസ്സിലാക്കി കൃഷ്ണയും കൂടെ ഉണ്ട്. ആ ഹലോ, ഇതാ താനോ? ഇതിപ്പോ കുറെ ആയല്ലോ കണ്ടിട്ട്. എവിടെയാണോ? ഒരു വിവരമില്ലല്ലോ. ഞാൻ കുറച്ച് ബിസിയായിരുന്നു. കുറച്ചല്ല, ഒത്തിരി ബിസിയായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനും കൂടി വേണ്ടിയാ ഇപ്പം ഞാൻ നിന്നെ വിളിച്ചത്. കൃഷ്ണ ഫ്രീ ആണോ? തിരക്കാണെന്ന് ചോദിച്ചാ ഞാനിപ്പോ ഓഫീസിലാ. ബട്ട് ദാറ്റ് ഇസ് ഓക്കെ. താൻ പറഞ്ഞോളൂ. അത് പിന്നെ ഈ ഫ്രൈഡേ ഞാൻ അമേരിക്കയിലോട്ട് പോവാ. വാട്ട്? അമേരിക്ക? ഇതെന്താ പെട്ടെന്ന്? പെട്ടെന്നല്ല, ഞാനിത് ഒരുപാട് ആലോചിച്ചൊരു തീരുമാനമാണ്. ആലോചിച്ചപ്പോൾ എനിക്കും ഒരു മാറ്റം വേണം തോന്നി. അതുകൊണ്ട് യു ചൂസ് ദിസ് റൈറ്റ്? നന്നായി. അല്ല, താൻ താൻ തീർത്തും പോവാണോ? അതോ കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ചേച്ചിയെ കൊണ്ടുപോകുന്നില്ല. അവിടെ ഒന്ന് സെറ്റിലായി ഒന്നെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ചേച്ചീനെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ പുള്ളിക്ക് വരാൻ താല്പര്യമില്ല കേട്ടോ. ചേച്ചിക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് എത്ര നാൾ നിൽക്കും എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല. ചേച്ചി കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ വിളിച്ച വരേണ്ടി വരും. പിന്നെ പാക്കിംഗ് ഒക്കെ എവിടെ വരെയായി? ഈ ഫ്രൈഡേ എന്ന് പറയുന്നത് ഇനി 3 ദിവസം അതെ, ഉള്ളൂ. 3 ദിവസം. പിന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ശരിക്കും ഞാൻ തന്നെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫ്രൈഡേ പുലർച്ചെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. സോ ഒരു 2:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ എനിക്ക് തന്നെ ഒന്ന് കാണണം എന്നാഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ. സോ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ ഗൗതമനെ വിളിച്ചിട്ടുണ്ട്. താൻ ഒറ്റയ്ക്ക് വരണ്ട, ഗൗതമനെ കൂട്ടി വന്നാൽ മതി. പറ്റുമോ വരാൻ? ഓക്കെ, ഞാൻ വരാടോ. പിന്നെ എവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യണ്ടേ? ഓ, താങ്ക് യു. പിന്നെ എവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ചേച്ചി ഉണ്ടാവും. ചേച്ചി അറിയാതെ വേണം വരാൻ. കാരണം ചേച്ചിക്ക് ഇപ്പോഴും തന്നോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന അത്രയും അടുത്ത് വേണം. പെട്ടെന്ന് പോയി തിരിച്ചു വരണം. അതാ. ഓ, അപ്പോൾ നമ്മളുടെ ഈ എയർപോർട്ടിനടുത്ത് കുറച്ച് പോയി ഒരു പാർക്കുണ്ട്. അത് നൈറ്റിൽ ഓപ്പൺ ആയിരിക്കും. സോ തനിക്ക് പറ്റുമെങ്കിൽ അവിടെ വെച്ചാവാം. ഓ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഞാനപ്പോൾ അവിടേക്ക് വരാം. കൃഷ്ണയും ഗൗതമും അവിടെ എന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഷാർപ്പ് 3:30 ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്കിപ്പോൾ അന്ന് കാണാം. എനിവേ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താൻ വരാമെന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ ഡോ, വർക്ക് നടക്കട്ടെ എന്നാ. See you soon. തൻ്റെ ശബ്ദം പോലും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു കൃഷ്ണ. മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്ത അധ്യായം ഇവ. കിച്ചു, എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞേ? ഞാനേ കുറച്ച് ബിസിയായിരുന്നു. കുറച്ച് ഫയലൊക്കെ ഉണ്ടായിരുന്നു നോക്കാൻ. ഓ, ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത്. എന്താടാ, എന്താ നീ ഒന്നും മിണ്ടാത്തേ? ഇത് കുറേയുള്ള കാര്യം പറയും മോനെ. ഇവ വിളിച്ചിരുന്നു നിന്നെ? ഇന്ന് അവളെ വിളിച്ചിരുന്നു കാണണമെന്ന് പറയാൻ വേണ്ടി. ആ, വിളിച്ചിരുന്നു. ഇന്ന് തന്നെ വിളിച്ചേ. അവള് നമ്മളെ കാണണമെന്ന് പറഞ്ഞു. അവളെന്തോ അമേരിക്കയിലോട്ട് പോവാന്നോ അങ്ങനെ എന്തോ.
എന്നിട്ട് എന്താ നിന്റെ പ്ലാൻ? അവിടെ കാണാൻ പോകാനാണ്? അതെ, ഞാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്കറിയാം അവളിപ്പോൾ അമേരിക്കയോട്ട് പോകുന്നത് അവൾക്ക് വേണ്ടിയില്ല, മറിച്ച് എനിക്ക് വേണ്ടി, സ്നേഹയ്ക്ക് വേണ്ടി. ഞങ്ങളുടെ ഇടയിൽ ഒരു വില്ലത്തിയായി അവളുണ്ടാവരുതെന്ന് അവൾക്ക് നല്ല നിർബന്ധമുണ്ട്. അതിനു വേണ്ടിയാ ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് അവളിപ്പോൾ അമേരിക്കയോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച്. ബട്ട് എനിക്കെന്തോ അവളെടുത്ത ഈ ഡിസിഷൻ അത്ര ശരിയായി തോന്നുന്നില്ല. ബട്ട് അറിയില്ല. നീ പറഞ്ഞത് ശരിയാടാ, എനിക്കും തോന്നിയത്. അവൾക്ക് നിർബന്ധമുണ്ട് നിങ്ങളുടെ ഇടയിലോട്ട് ഇനി വരുത്തുന്നു. അവള് പോണെങ്കിൽ പോട്ടേടാ. അവൾക്ക് അതാണ് സന്തോഷമെങ്കിൽ എത്ര നാളെന്ന് വെച്ചാൽ അവളിങ്ങനെ ജീവിക്കുന്നത്. അവിടെ പോട്ടെ. എടാ, നിനക്ക് അവളെ വിവാഹം കഴിച്ചോടെ? അവള് നല്ല കുട്ടിയാടാ. നിനക്ക് നീ എന്തൊക്കെ വിളിച്ചു കണ്ടത് ബോധമുണ്ടോ നിനക്ക്? ആർ യു മാഡ്? ഇവ ഞാൻ വിവാഹം കഴിക്കാനോ? നോ വേ. അതൊരിക്കലും നടക്കില്ല. അവൻ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ മനസ്സിൽ വേറൊരാളുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ആ സ്ഥാനത്ത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ പറഞ്ഞത് ശരിയാ, ഇവ വളരെ നല്ല കുട്ടിയാ. പക്ഷേ എനിക്ക് അവളെ ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഐ ആം സോറി. പെട്ടെന്ന് ഇവനെ വിളിച്ചപ്പോൾ ഞാൻ കാരണം അവളുടെ ലൈഫ് ഇങ്ങനെ പോയെന്ന് തോന്നി. സോറിടാ. സാരില്ല, അതൊക്കെ പോട്ടെ. അല്ല, ഇവയ്ക്ക് നിന്നെ കാണുമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ നീ സ്നേഹയോട് എന്ത് പറയും? എന്തായാലും നീ രാത്രി നീറ്റ് പോകുമ്പോൾ സ്നേഹ ചോദിക്കും എവിടേക്കാണ്. പക്ഷേ അതിനു മുമ്പ് സ്നേഹയോട് എല്ലാം പറയണം. ഇത്ര നാളും പറയാതിരുന്നത് എൻ്റെ തെറ്റ്. ഇനി തുണ്ടാവാൻ പാടില്ല. പറയണം, പക്ഷേ അതിപ്പോൾ വേണ്ട. ഇങ്ങനൊരു അവസ്ഥയിൽ അവൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. എങ്ങാനും അത് പിന്നീട് ചിലപ്പോൾ വലിയ പ്രശ്നമാവിട. എന്തായാലും ഇപ്പോൾ ഒന്നും നീ പറയണ്ട. എല്ലാം അതിൻ്റെ വഴിക്കങ്ങ് നടക്കട്ടെ. കുറച്ച് സമയത്തേക്കല്ലേ, അതുവരെ അവളോട് എന്തെങ്കിലും കള്ളം പറയാം. അല്ലാതെ അന്നങ്ങനെ ആവട്ടെ. പിന്നെ നാളെ ഞാൻ ഓഫീസിൽ വരില്ല. നാളെ സ്നേഹയ്ക്ക് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെ പോകണം. ഈ പ്രാവശ്യമെങ്കിലും ഞാൻ കൂടെ പോകണം, അല്ലാതെ ശരിയാവില്ല. ഓക്കെ, എന്നാൽ നമുക്കന്ന് ഇറങ്ങിയാലോ? സമയമായി. വന്നോ? ഇതെന്തു പറ്റി? പതിവില്ലാത്ത കിടപ്പൊക്കെ? കിടക്കാൻ തോന്നി, അപ്പോൾ വെറുതെ. എന്തു പറ്റി? എന്തെങ്കിലും വയ്യുണ്ടോ? ഇത് നോക്ക്, വയ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നാളെ വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ക്ഷീണമുണ്ട്. ശരി തന്നെയാണ്. കഴിഞ്ഞ വർഷം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ കിടന്നേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, മനസ്സിൽ വെച്ച് കിടക്കരുത് കേട്ടല്ലോ. ശരി. ചായ വേണ്ടേ? വേണ്ട, കുറച്ചു നേരം നമുക്കിങ്ങനെ കിടക്കാം. എന്തു പറ്റി? I want to tell you something. എന്താ? അത് പിന്നെ എനിക്ക് മറ്റന്നാൾ രാത്രി ഒരിടം വരെ പോകണം. അതിനെന്താ? അതിനെന്താന്നോ? അപ്പോൾ തനിക്കറിയണ്ടേ ഞാൻ ആരെ കാണാൻ പോകുന്നു, എവിടെ പോകുന്നു? വേണ്ട, എനിക്കറിയാം എൻ്റെ കൃഷ്ണയെ. ആ മനസ്സിൽ എന്തൊക്കെ എന്നോട് പറയാനുണ്ടെന്നറിയാം. അതൊന്നും ഇപ്പോൾ പറയണ്ട കേട്ടോ. എന്തിനാ എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അറിയില്ല, ബട്ട് ഐ നോ വൺ തിങ്. ഐ madly love you. I'm in love with you. Don't look like me like this, Sneha. Oh, I can't. Are you shy? I love you. Love you too.
ഉറങ്ങിക്കോ.